വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ. യോഹന്നാൻ ക്രൂസ് പിതാവ് പറയുന്നത് ഈ ഫരിസേയ മനോഭാവം തൊലി ഉലിഞ്ഞ് മാറ്റിയാൽ പോലും പോകില്ല എന്നാണ്. അതായത് അത്രയ്ക്ക് അതിനെ വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണ്, അത്രയ്ക്ക് ഫോർമേഷനിൽ ഡീൽ ചെയ്യേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പ്രവൃത്തി അല്ലല്ലോ ഫോർമേഷൻ. ആരുടെ പ്രവൃത്തിയാണ്? പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോൾ ഇത് ഫോർമേഷനിൽ ഇവിടെ നോവീസ് മിസ്റ്റേഴ്സുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പണിയാണത്. നിങ്ങളെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവേ. അപ്പോൾ ഇവിടെയാണ് പുതിയ സൃഷ്ടി ആകുന്നതിലൂടെയാണിത് മാറുള്ളൂ, പുതിയ സൃഷ്ടി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിനി ക്ലാസ് വരും. അത് എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട, പക്ഷേ ആശയപരമായിട്ട് കിട്ടി നമ്മളുടെ ഉള്ളിൽ ഇല്ലേ? ആശയപരമായിട്ട് ഈ ഫരിസേയ മനോഭാവത്തെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മളിൽ ക്രിസ്തു മനോഭാവം പൂർണ്ണമായിട്ട് ഉദിക്കുകയുള്ളൂ. ഫരിസേയ മനോഭാവം കൊണ്ട് പ്രധാന ദൂഷ്യം ഇതാണ്, കരുണ. ഈ കരുണാസമ്പന്നനായ കർത്താവ് ദിവ്യകാരുണ്യത്തിലൂടെ നമ്മളിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്നിട്ട് കരുണ ഒഴുകുന്നുണ്ടോ? ഒഴുകുന്നില്ല. എന്തുകൊണ്ട് ഒഴുകുന്നില്ല? ഫരിസേയൻ. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടോ? ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് വരുന്നുണ്ടോ? വേണ്ട മാതിരി വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ഫരിസേയൻ. ഫരിസേയരാരും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഫരിസേയർ ഈശോയോട് പറഞ്ഞത്, നീ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കണത്. കർത്താവ് അത് കേട്ടപ്പോഴാണ് പാവം ഭയാനകമായ രീതിയിൽ പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ എതിരെ നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞ കാര്യം പിന്നെ അറിയാം. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. അടുത്ത ആൾ വരാം. നിങ്ങൾ വന്ന് രണ്ട് വാക്ക് പറയും. അത് അച്ഛൻ വരുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ തുടങ്ങും.